ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിൻലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ യുദ്ധത്തിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ അവസാനമൊന്നും ഇതുവരെ ആയിട്ടില്ല. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ന് സൺഡേ 5 മണി. പക്ഷേ യുദ്ധത്തിന്റെ പ്രത്യേകിച്ച് ഒരു അവസാനമോ അതിന്റെ നിർത്തലാക്കൂ എന്നുള്ള ഒരു പ്രത്യേകമായ ന്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ നിഫ്റ്റി 50 ചാർട്ടാണ് എടുത്തേക്കുന്നത്. നിഫ്റ്റി 50 1 അവർ ചാർട്ടില് നമ്മൾ പറഞ്ഞിരുന്നു 1 അവർ ടൈം ഫ്രെയിമിൽ 23,000 സപ്പോർട്ട് 1 ക്രോസ് ചെയ്ത് പോയാൽ നമുക്കൊരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്തതുപോലെ തന്നെ നിഫ്റ്റി 50യുടെ ചാർട്ട് താഴത്തോട്ട് പോയി 22,835 ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ, മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ കാർഡിലും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇന്നലത്തെയും അതിന്റെ തലേ ദിവസത്തെയും വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ കാണാം. അപ്പോൾ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഇതുപോലെ ഫ്രൈഡേ സംഭവിച്ച പോലെ നടക്കുവാണെങ്കിൽ പിന്നീടുള്ള ഇമ്പോർട്ടന്റ് ലെവൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മിസ്സാവണ്ട, കണ്ട് കറക്റ്റ് ലെവൽസ് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് നോക്കാം. അപ്പൊ ആദ്യമേ തന്നെ ഇവിടെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം, നമുക്കറിയാം നമുക്ക് ട്രെൻഡ് ലൈൻ ഒരു സെൽ ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസസ് നല്ലോണം ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇത് ഇവിടെ അപ്പൊ ഒരു സെൽ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇനി ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട്, ഇൻട്രാഡേയിലെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് വാർ അവസാനിക്കുന്നവരെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 23,000 ആണ്. ഇതായിരിക്കും ഇൻട്രാഡേ നാളത്തേക്കുള്ള റെസിസ്റ്റൻസ് 1 വരാൻ പോകുന്ന 23,000. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് വരാൻ പോകുന്നത്. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 23,200 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,200. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന 23,200 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2. പിന്നെ വരാൻ പോകുന്നത് 2 ഇമ്പോർട്ടന്റ് സപ്പോർട്ട്സ് ആണ്. അതിനകത്ത് ഫസ്റ്റ് സപ്പോർട്ട് വരാൻ പോകുന്നത് 22,600 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 22,600. ഇത് ഫസ്റ്റ് ഇൻട്രാഡേ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. നാളത്തേക്കുള്ള 22,600 ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് അത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാവുന്ന ലാസ്റ്റ് ഈ ആഴ്ചത്തെ ഒരു മെയിൻ, പ്രത്യേകിച്ച് ഇൻട്രാഡേയിൽ എടുത്തു പറയാവുന്ന, ഈ ആഴ്ചത്തെ ഇൻട്രാഡേയിൽ നാളത്തേക്കുള്ള എടുത്തു പറയാവുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലാണ് 22,400. ഓക്കെ, 22,400 നാളത്തേക്കുള്ളതാണ്. ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്താൽ, എടുത്തു പറയുന്ന ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്താൽ, ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്താലല്ല. ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്താലുള്ള ലെവൽസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ദയവേത് റെഫർ ചെയ്യുക ആ ലെവൽസ് അറിയാൻ വേണ്ടി. അപ്പൊ 22,400 ആയിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് അഥവാ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോരുവാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ 23,834 എന്ന ലെവല്. അത് ഫസ്റ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ്, അത് വീക്ക്ലിയിലാണെങ്കിലും ഒരു ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ലെവലാണ് ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ. അത് ഞാനിപ്പോ തൽക്കാലം മാർക്ക് ചെയ്യണില്ല, കാര്യം അതിനേലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ 22,200 കഴിഞ്ഞ് മുകളിലുള്ള 23,400. ഇത് ഇൻട്രാഡേയിലല്ല, പക്ഷെ അഥവാ ഗ്യാപ്പ് അപ്പ് ഫോം ചെയ്ത് 23,400 ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ, ഓക്കെ, 23,400 ബ്രേക്ക് ഇൻട്രാഡേയിൽ ബ്രേക്ക് ഔട്ട് ആവില്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ. പക്ഷെ അല്ലാതെ ഗ്യാപ്പ് അപ്പ് ഫോം ചെയ്ത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ്, നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെ. ഓക്കെ, അതേസമയം ഇവിടെ താഴെ മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് 22,835 അപ്പൊ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കട്ടെ. 22,835 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 835 ഇതാണ് നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് ഏകദേശം 22,819.60, -486 പോയിന്റ്സ് ഡൗൺ, -2.09% ഡൗൺവേർഡ് മൂവ്മെന്റ്. നമ്മളിത് ബെയറിഷ് ആയിട്ട് ഫുള്ളി കാണുള്ളൂ. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ് ഒരു ഇൻട്രാഡേയിൽ വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ 486, 500ന്റെ അടുത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ബെയറിഷ് ആയിട്ടേ കാണുള്ളൂ. നല്ല ഗ്യാപ് ഡൗണും ഉണ്ടായി, അതിന്റെ ഒപ്പം ബെയറിഷും ഉണ്ടായി. അപ്പൊ ഗ്യാപ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഫില്ലാണ്ട ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇത്രയുണ്ട്. ഇതിന്റെ മെഷർമെന്റ് പറഞ്ഞാൽ ഏകദേശം വരുന്നത് ഏകദേശം 94 പോയിന്റ്സ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 100 എന്ന് ഇടാം. 100 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പാണ്. 94 ആയതുകൊണ്ടാണ് 100 പോയിന്റ്സ് എന്ന് റൗണ്ട് അപ്പ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഈ ഗ്യാപ്പ് ഫില്ലും കൂടി ആകണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ഒരു മുകളിലോട്ടുള്ള മൂവ്മെന്റും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ന് രാത്രിയോടുകൂടി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരുവാണെങ്കിൽ ഇനിയും ഒരു ഗ്യാപ് ഡൗണും പിന്നെ ഒരു ബെയറിഷ് മൂവ്മെന്റും ഉണ്ടാവുന്നതായിരിക്കും. 1 അവർ കാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക.
അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 1 hour ക്യാൻഡിൽ കൺഫർമേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് 23,000 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 22,600 അവിടെയാണ് 1 hour ബുള്ളിഷ് വരുന്നതെങ്കിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും. അതായത് ഇവിടം വരെ വന്നിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. അതേസമയം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ, നല്ല സ്ട്രോങ് ഒരു റെഡ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ, പ്രത്യേകിച്ച് ബെയറിഷ് എൻഗൾഫിംഗ്, മർബോസു, ഇൻവേർട്ടഡ് ഹാമർ ഇതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും സെൽ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഈ ഗ്രീൻ ക്യാൻഡിലിന് പകരം, അതായത് ഇപ്പൊ വരച്ചേക്കുന്ന ഈ ഗ്രീൻ ക്യാൻഡിലിന് പകരം ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണ് നാളെ ഫോം ചെയ്യുന്നെങ്കിൽ, അതായത് ഇവിടെ കൊണ്ട് ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്കുള്ള പോസിബിലിറ്റീസ്. അപ്പൊ ക്യാൻഡിൽ കൺഫർമേഷൻ എങ്കിലും മിനിമം ആയിട്ട് എടുക്കുക. അപ്പൊ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് സപ്പോർട്ടഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഫിബിനോക്കി എല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് മെന്റേഴ്സിന്റെ സഹായത്തോടെ ലൈഫ് ടൈം സപ്പോർട്ടോടും ലൈഫ് ടൈം ഡാഷ്ബോർഡ് ആക്സസോടും കൂടി ഓപ്ഷൻ ട്രേഡിങ്ങും ഇക്വിറ്റിയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. കോഴ്സിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ, ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബിനോക്കി, പ്രൈസ് ആക്ഷൻ, ക്യാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിംഗിൽ പലതവണ ചെറിയ ചെറിയ മൂവ്മെന്റോട് കൂടി പ്രോഫിറ്റ് നേടി ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ ട്രേഡ് കൊണ്ട് പ്രോഫിറ്റ് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുള്ളവര്, അതുകൊണ്ട് വിഷമിക്കുന്നവര്, പിന്നെ നമ്മൾ നോർമലി ട്രേഡ് ചെയ്ത് ലോസ് വന്നിട്ട് വീണ്ടും ട്രേഡ് ചെയ്ത് അതിലും വലിയ ലോസ് വരുന്ന സിറ്റുവേഷൻ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ കവർ ചെയ്യണം, അതിലെങ്ങനെ കറക്റ്റ് ടാർഗറ്റ് എടുക്കണം, കറക്റ്റ് സ്റ്റോപ്പ് ലോസ് എടുക്കണം, ഏത് സമയത്ത് കറക്റ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യണം, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ്. അപ്പോൾ 4199 എത്രയും പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ നോക്കുക. ഓഫർ പ്രൈസ് ആണ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നിഫ്റ്റി 50 തിരിച്ചു വരാം. അപ്പൊ നിഫ്റ്റി 50 ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ള, ഈ 23,000 റെസിസ്റ്റൻസ് 1 എന്ന് ഞാൻ എഴുതിയേക്കുന്ന ലെവല്, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് മറ്റ് റെസിസ്റ്റൻസ് ലെവൽ പോലെയല്ല, കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ 1, 2, 3 പിന്നെ 4 ടൈംസ് ആണ് മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് റെസ്പെക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണണം. 23,000 ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് ഡബിൾ കൺഫർമേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് മാത്രം മുകളിലോട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും സേഫർ. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയില് നമുക്കറിയാം, ബാങ്ക് നിഫ്റ്റിയും നമുക്ക് ഒരു ഗ്യാപ് ഡൗൺ തന്നാണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഗ്യാപ്പും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഗ്യാപ് ഡൗൺ തന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നമുക്കിവിടെ മെഷർ ചെയ്ത് നോക്കാം. ഏകദേശം 328 പോയിന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 330 പോയിന്റ്സ് എഴുതാം. അപ്പൊ 330 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് വന്നത്. ഞാനിവിടെ എഴുതിക്കോട്ടെ, 330 പോയിന്റ്സ് ഗ്യാപ്പ്. ആണ് പോയിന്റ്സ് ഗ്യാപ്പ് വന്നത്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം, ഇവിടെ താഴെ ഉണ്ടായിരുന്ന 300 പോയിന്റ്സ് ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ മൂവ്മെന്റോട് കൂടി. പിന്നെ ഇനിയുള്ളത് മുകളിലോട്ടുള്ള 1017 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. അത് അത്രയും മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഗ്യാപ്പ് ക്ലോസിംഗ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയാനാണെങ്കിൽ 53,000 സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ആയിട്ട് പോയിട്ടാണ് 364 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മുടെ 330 പോയിന്റ്സ് ഞാൻ ഒന്നും കൂടി വരച്ചോട്ടെ. അപ്പൊ 330 പോയിന്റ്സ് ആണ് നമ്മുടെ ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നല്ല, ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 52,274 ആണ് നമ്മുടെ ഫ്രൈഡേ
ക്ലോസിംഗ് വന്നിരിക്കുന്നത് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 52,274.60. പിന്നെ -1433. നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 52,364 ആണ്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 52,274.60. -1,1433.50 പോയിന്റ്സ് ഡൗൺ. -2.67% ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. എല്ലാ ഇൻഡെക്സുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഫിനിഫ്റ്റി ആയിക്കോട്ടെ, സെൻസെക്സ് ആയിക്കോട്ടെ, എല്ലാം 2%ന്റെ മുകളിൽ ബെയറിഷ് ആയിട്ടാണ് ഫ്രൈഡേ മൂവ് ചെയ്തത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 330 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. ട്രെൻഡ് ലൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സെൽ ട്രെൻഡ് ലൈൻ ഇവിടെ കാണാം. ഒന്ന് മിനിമൈസ് ചെയ്തോട്ടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു സെൽ ട്രെൻഡ് ലൈനിൽ കൂടെയാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെ, ഇവിടെ, ഇവിടെ എന്നീ സ്ഥലങ്ങളിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് വെച്ച് നമുക്ക് നോക്കാവുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 53,500 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇതായിരിക്കും നമുക്ക് നാളെ നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കാര്യം 2 കാര്യങ്ങളാണ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ടോടെ നടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് താഴത്തോട്ട് പുള്ളപ്പ് ചെയ്താൽ കാണാം. ഒന്നാമത് ഇത് പണ്ട് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ലെവലാണ്. പിന്നെ 30 പോയിന്റ്സ് ഗ്യാപ്പും ക്ലോസ് ആവും. പിന്നെ ഉള്ളത് നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ 3 കൺഫർമേഷൻസ് ആണ് ഈ 53,500ന്റെ അവിടെ 1 അവർ ക്യാൻഡിലില് 1 അവർ ടൈം ഫ്രെയിമില് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ നമുക്ക് 3 കൺഫർമേഷൻസ് ആണ് കംപ്ലീറ്റ്ലി കിട്ടുന്നത്. അപ്പൊ നമുക്ക് വിചാരിച്ച പോലെ മുകളിലോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് വരാൻ പോകുന്നത് ഇവിടം കൊണ്ടാണ്. നമ്മൾ ഇത് എടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴെ പോയ ലെവൽ പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ താഴെ പോയ ലെവൽ കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ ഗ്രീൻ ക്യാൻഡിലിന്റെ വിക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്താണ് കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 51,500 ഞാനിവിടെ മാർക്ക് ചെയ്യാം. 51,500 ആയിരിക്കും നമുക്ക് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്നത്, ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് വരാൻ പോകുന്നത്. ഇവിടെയും 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടാകുന്നതായിരിക്കും. അതേസമയം ഇവിടെ വെല്ലെടുത്തും, അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വെല്ലെടുത്തും ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ, അതായത് ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ടോ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ ഓർത്തോണം അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് മാർക്കറ്റ് ഇവിടം വരെ പോയി ചിലപ്പോൾ ആ ഒരു 330 പോയിന്റ്സ് കുറച്ചും കൂടി ഗ്യാപ്പേ ഉള്ളൂ. നമ്മൾ 53,500 വെച്ച് നോക്കാൻ നേരത്ത് കുറച്ചും കൂടി ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പും കൂടി ക്ലോസ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. അപ്പൊ നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ് വന്നത് വളരെ കുറവാണ്. അതിനകത്ത് ഏറ്റവും നല്ല ഗെയിനർ ആയിട്ട് വന്നത് ONGC ആണ്. അതിന്റെ തൊട്ട് പുറകെ വിപ്രോ, ഭാരതി എയർടെൽ, TCS, കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്. ലൂസേഴ്സ് വന്നത് ശ്രീരാം ഫൈനാൻസ്, TMPV, റിലയൻസ്, ഇൻഡിഗോ, ബജാജ് ഫിനാൻസ് ഇന്റേണൽ, SBIN, അദാനി ആൻഡ് HDFC ബാങ്ക്, ബജാജ് ഫൈനാൻസ്, SV, ഹിന്ദുസ്ഥാൻ ലീവർ, ഈച്ചർ മോട്ടോഴ്സ്, M&M, ഏഷ്യൻ പെയിന്റ്, അദാനി പോർട്സ്, മാരുതി, ജിയോ ഫൈനാൻസ്, JW സ്റ്റീൽ, LT, ട്രെൻഡ് എന്നിവയൊക്കെയാണ് നിഫ്റ്റി 50യുടെ ടോപ്പ് ലൂസേഴ്സ് വന്നത്. ഇനിയിപ്പോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗെയിനേഴ്സ് ആരും തന്നെ ഇല്ല. അത് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള നല്ല ഡബിൾ മൂവ്മെന്റ്, ഏകദേശം 500 പോയിന്റ്സിന്റെ അടുത്തെന്ന് പറയുന്നത് നല്ലൊരു ബെയറിഷ് മൂവ്മെന്റ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത്. ലൂസേഴ്സ് വന്നിരിക്കുന്നത് ഏറ്റവും വലിയ ലൂസർ വന്നിരിക്കുന്ന കാനറ ബാങ്ക്, അതിന്റെ തൊട്ട് പുറകെ PNB ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, SBIN, ഇൻഡസ് ബാങ്ക്, HDFC ബാങ്ക്, AU ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, യെസ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊഡാക് ബാങ്ക് എന്നിവയൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് വന്നത്. ഇനി നമ്മുടെ ഇൻഡെക്സസ് പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എല്ലാം 2%ന്റെ മുകളിലാണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തേക്കുന്നത്. 1% ആയിട്ടുള്ളതും ഏകദേശം നിഫ്റ്റി സ്മോൾ ക്യാപ് 1.74, ഏകദേശം 2%ന്റെ അടുത്തെന്ന് പറയാം. 1.89, 2%ന്റെ അടുത്താണ്. എല്ലാം ഒരു 2%ന്റെ അടുത്താണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അതിനകത്ത് കുറച്ചെങ്കിലും കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാവുന്നത് നമ്മുടെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആണ്. 1.74 ഉള്ളു. അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 50യും പിന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250യും 1.89% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. ബാക്കിയെല്ലാം 2% ആണ്. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ സെക്ടോറിയൽ പെർഫോമൻസിൽ ഏറ്റവും ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി കെമിക്കൽ, നിഫ്റ്റി PSU ബാങ്ക്. ഇതിനകത്ത് PSU ബാങ്ക് എടുത്ത് പറയുന്ന കാര്യം 3.86 എന്ന് പറയുമ്പോൾ 4%ന്റെ അടുത്ത് ബെയറിഷ് മൂവ്മെന്റ് ആയി. അതിന്റെ തൊട്ട് പുറകെ നിഫ്റ്റി കെമിക്കൽ, പിന്നെ നിഫ്റ്റി റിയാലിറ്റി, ബാക്കി എല്ലാം 1%ന്റെ മുകളിലാണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തേക്കുന്നത്. ബാക്കി ഇത്തിരി കൺഫർമേറ്ററി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നിഫ്റ്റി IT, നിഫ്റ്റി 500 ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി മിഡ് സ്മോൾ ഹെൽത്ത് കെയർ, പിന്നെ നിഫ്റ്റി MSIT ടെലികോം, നിഫ്റ്റി
ഹെൽത്ത് കെയർ ഇൻഡെക്സ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി മറ്റേത് വെച്ച് നോക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ കുറച്ചെങ്കിലും ബുള്ളിഷ് കുറവായിട്ട് വന്നത്, അതായത് ഏറ്റവും കുറവ് ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടായത് ഈ ഒരു സെക്ടേഴ്സ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഫിൻനിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ഫിൻനിഫ്റ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫിൻനിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി പോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിടക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു സെൽ ട്രെൻഡ് ലൈൻ കാണാം. ഇതാണ് നമുക്ക് വരുന്ന സെൽ ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഒക്കെ വരക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഫോം ചെയ്ത ഗ്യാപ്പ് ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ 129 പോയിന്റ്സ് ഗ്യാപ്പ് ഫ്രൈഡേ ഉണ്ടായിരുന്നത്, അതായത് തേഴ്സ്ഡേ ഫോം ചെയ്ത 120, തേഴ്സ്ഡേ അല്ല വെനസ്ഡേ ഫോം ചെയ്ത, കാര്യം തേഴ്സ്ഡേ അവധിയായിരുന്നു നമുക്ക്. അപ്പോൾ വെനസ്ഡേ ഫോം ചെയ്ത 129 പോയിന്റ്സ് ഗ്യാപ്പ് നമ്മുടെ ഫ്രൈഡേ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ 24,700 എന്ന സപ്പോർട്ടും ഗ്യാപ്പ് ഡൗണിന് ശേഷവും ബ്രേക്ക് ഔട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് വന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ നിന്ന് വരും, അതായത് 24,398 ആണ്. 24,398 ആണ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് ഏകദേശം 24,373.30, നെഗറ്റീവ് 683 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 2.73%. ഈ കേസിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 673 പോയിന്റ്സ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. അപ്പോൾ വെച്ച് നോക്കാൻ നേരത്ത് 2ന്റെ ഡബിൾ എടുത്താലും 400 പോയിന്റ്സേ വരുള്ളൂ. ഇവിടെ 600 പോയിന്റ്സ് ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ട്രെൻഡ് ലൈൻ നോക്കുവാണെങ്കിൽ ഇവിടെയും നല്ലൊരു പ്രോപ്പർ സെൽ ട്രെൻഡ് ലൈൻ കാണാം. ട്രെൻഡ് ലൈന്റെ റെസിസ്റ്റൻസസ് വരുന്നത് ഏകദേശം ഇവിടെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലൈൻ നോക്കാൻ നേരത്ത്, അതായത് ട്രെൻഡ് ലൈൻ നോക്കാൻ നേരത്ത് ഈ ഒരു ഏരിയ അത്ര വന്ന് ടച്ച് ചെയ്തിട്ടില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ആ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ മോളിൽ കൂടെയാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ കടന്നു പോകുന്നത്. സോ നമുക്ക് അത് കൺസിഡറേഷനിൽ എടുക്കേണ്ടി വരും. അപ്പൊ ടോട്ടൽ 4 റെസിസ്റ്റൻസസ് ഉണ്ട് സെൽ ട്രെൻഡ് ലൈനിൽ. ഇനി ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ളത് നോക്കാനുള്ളത്. അപ്പൊ അതിലോട്ട് കടക്കാം. അപ്പോൾ ഫിൻനിഫ്റ്റിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 25,250 ആണ്. 25,250 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്ന രണ്ടാമത്തെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിട്ട് വരും. ഇതെന്ന് പറയുന്നത് 25,880 എന്ന ലെവലാണ്. പക്ഷേ ഈ ഒരു 25,250 ഫസ്റ്റ് ക്രോസ് ഔട്ട് ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പും ക്ലോസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഞാനിപ്പോ പറയാം. ഈ ഗ്യാപ്പിന്റെ ഫിൻനിഫ്റ്റിയിൽ വന്നേക്കുന്ന ഗ്യാപ്പ് ഡൗൺ, നമ്മുടെ ഫ്രൈഡേ വന്ന ഗ്യാപ്പിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 114 പോയിന്റ്സ് ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ, 114 പോയിന്റ്. ഇതാണ് നമ്മുടെ ഗ്യാപ്പ് വരുന്നത്. പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ആദ്യമേ തന്നെ ഈ 114 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ഔട്ട് ആണ്. അത് മാത്രമല്ല വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള പോയിന്റ്സ് ക്ലോസ് ഔട്ട് ആകാൻ നേരത്ത് ഇവിടെയും ഈ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1ന്റെ അവിടെ ഇവിടെ ഒരു 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ ഫോം ചെയ്യണേന്ന് നോക്കണം. അതനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ഇഫ് ബുള്ളിഷ് ആണ് ഇവിടെ വീണ്ടും ക്യാൻഡിൽ വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മോളിലോട്ട് ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. 25,250 വരെ മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അതേസമയം ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഈ ഗ്രെഡ് ക്യാൻഡിൽ ഫോം ചെയ്യണതിന് പകരം ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഈ നേരത്തെ പറഞ്ഞ 14 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് പുള്ള് ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. അതായത് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 24,000 ആണ്. 24,000 ഇതാണ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവലും വളരെ ശ്രദ്ധിച്ച് കാണണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ ഇവിടെ ഒരു ബെയറിഷ് ബ്രേക്ക് ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇൻട്രാഡേയിൽ സെൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സിലോട്ട് കടക്കാം. അപ്പൊ സെൻസെക്സിൽ നമ്മൾ പറഞ്ഞിരുന്ന വാല്യൂ എന്ന് പറയുന്നത് 74,500 ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് 330 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടെന്നാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഗ്യാപ്പ് ഡൗൺ ഫോം ചെയ്ത് 330 പോയിന്റ്സ് ഫുള്ളി കവറപ്പ് ചെയ്ത്, അപ്പോൾ ഇനിയിപ്പോൾ 330 പോയിന്റ്സ് ഇല്ല, ആ ഒരു ഗ്യാപ്പ് ഫുള്ളി കവറപ്പ് ചെയ്താണ് മാർക്കറ്റ് താഴത്തോട്ട് ഫോൾ ചെയ്ത്. പിന്നെ അതിന് ശേഷം ഈ 74,500 എന്ന ലെവല് കറക്റ്റ് മീറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആ മാർക്കറ്റ് ആ വാല്യൂ റെസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ചെറിയ പുള്ളപ്പ് വന്നത്. 73,664 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ച് തന്നെ നമുക്ക് മാർക്കിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്ലോസിംഗ് വന്നത് 73,664 ആണ് നമ്മുടെ ഫ്രൈഡേയിലത്തെ ക്ലോസിംഗ്
വന്നത് ബൈ സെൽ വാല്യൂ വന്നത് ഏകദേശം 73,583.22 നെഗറ്റീവ് 1,690.23 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 2.25% ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാപ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ പുതിയ ഗ്യാപ്പ്, അതായത് ഫ്രൈഡേ ഫോം ചെയ്ത ഗ്യാപ്പ് ഡൗൺ വന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് ഏകദേശം മെഷർ ചെയ്യാൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 256 പോയിന്റ്സ്, നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 250 പോയിന്റ്സ് എഴുതാം. 250 പോയിന്റ്സ് ഗ്യാപ്പ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് മാർക്ക് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് കിടക്കാം. ഇവിടെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 250 പോയിന്റ്സ് ഗ്യാപ്പ് അത് ഫുള്ളി ക്ലോസ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഇൻട്രാഡേയിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 75,000 ആയിട്ട് വരും. ഈ 75,000 ഇൻട്രാഡേയിൽ 1 അവർ ക്യാൻഡിൽ ടൈം ഫ്രെയിം വെച്ച് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്, ഒരു ഹാമർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബോഡിയുള്ള ഗ്രീൻ ക്യാൻഡിൽ മർബോസും ഒക്കെ ഫോം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ടെക്നിക്കൽ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു പുള്ളപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ഇവിടെ താഴെ ഇവിടത്തെ ലെവൽ, അതായത് ഈ ലെവൽ എന്ന് പറയുന്നത് 72,500 എന്ന് പറയുന്ന ലെവലാണ്. ഞാൻ കുറച്ചും കൂടി ഒന്ന് പുള്ളപ്പ് ചെയ്ത് വെക്കോട്ടെ, കറക്റ്റ് പൊസിഷൻ വെക്കാൻ. 72,500 ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡൗൺ വന്ന ലെവല്, അതായത് ഇവിടെ കൊണ്ടുവരും. ഈ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ് ഈ 72,500 അവിടെ നിന്ന് നോക്കേണ്ടത്. എഴുതിക്കോട്ടെ, 72,500 ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് സെൽ ട്രെൻഡിലോട്ട് പോകുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. അതേസമയം ഈ കഴിഞ്ഞ ആഴ്ച, അതായത് കഴിഞ്ഞ മൺഡേ 23rd മാർച്ചിൽ സംഭവിച്ചതുപോലെ ഇവിടെ വന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ വന്നതിന് ശേഷം ആ ഒരു സപ്പോർട്ട് മീറ്റ് ചെയ്തപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, ഞാനിവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിന് നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മാർക്കറ്റ് അവിടെ നിന്ന് റീട്രേസ് ചെയ്യുന്നതായിരിക്കും, തിരിച്ച് മുകളിലോട്ട് പുള്ളപ്പ് ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസിന്റെ പെർഫോമൻസസും അതിന്റെ പെർസെന്റേജസും വാല്യൂസും ഒക്കെ. നാളത്തെ ലെവൽസും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്യുന്നത് പോലെ ലെവൽസും സപ്പോർട്ടും റെസിസ്റ്റൻസും ഫിബൊനാച്ചി ആയിക്കോട്ടെ, ടെക്നിക്കൽ അനാലിസിസ് ആയിക്കോട്ടെ, വോളിയം അനാലിസിസ് ആയിക്കോട്ടെ, സെന്റിമെന്റൽ അനാലിസിസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇൻ ഡെപ്ത് ആയിട്ട് ബിഗിനർ മുതൽ അഡ്വാൻസ് പ്രോ ലെവൽ വരെ പഠിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 4199 എന്ന കോഴ്സിൽ, ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്ന കോഴ്സിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പഠിച്ച് എക്സ്പെർട്ട് ആകാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റില് എന്റെ പേരും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിമിറ്റഡ് സീറ്റ്സിനെ 4199 ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിനിഫ്റ്റി, സെൻസെക്സിന്റെ ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളത്തെ അനാലിസിസ്ക്ക് അതുവരേക്കും താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്.